ഹലോ ഗൈസ്. അല്ല, എന്തായി ഓണാഘോഷമൊക്കെ? എല്ലാവരും സദ്യയൊക്കെ കഴിച്ചോ? ഞങ്ങൾ രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്ന് പൂക്കളം ഇടാന്ന് വിചാരിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് വീട്ടിൽ പൂക്കളം ഇടാൻ പോകുന്നത്. എനിക്കങ്ങനെ ആധികാരികമായിട്ട് പൂക്കളമൊന്നും ഇടാൻ അറിയാത്തതുകൊണ്ട് പൂ മേടിച്ച് വെറുതെ കാശ് കളയണ്ടെന്ന് വിചാരിച്ച് വീട്ടിലുള്ള പൂ വെച്ച് തന്നെ പൂക്കളം ഇടാന്ന് വിചാരിച്ചു. ഇട്ട് തുടങ്ങിയിട്ട് ഇനി എങ്ങനെ കംപ്ലീറ്റ് ആക്കണം, എന്ത് ഡിസൈൻ ഇടണമെന്ന് ഒരു ഐഡിയ ഉണ്ടായില്ല. എന്തായാലും എങ്ങനെയൊക്കെയോ ഉള്ള പൂ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടിട്ടുണ്ട്. പൂക്കളത്തിൽ മെയിൻ തുമ്പപ്പൂ ആണല്ലോ. അങ്ങനെ കിട്ടിയ തുമ്പപ്പൂ കുറച്ചുണ്ടായിരുന്നത് നടുക്ക് വെച്ചു. എന്തായാലും ഞാൻ വിചാരിച്ചതിനേക്കാളും ഭംഗിയുണ്ട്. അടുത്ത വർഷമാവട്ടെ, നമുക്ക് ഗംഭീരാക്കാം. പിന്നെ നമ്മുടെ മെയിൻ പരിപാടിയിലോട്ട് കടന്നു. ഫുഡ് അടി. രാവിലെ നല്ല ഇഡ്ഡലി സാമ്പാറുമായിരുന്നു. ഞങ്ങളുടെ ഇവിടെ എന്തെങ്കിലുമൊക്കെ വിശേഷമുള്ള ദിവസം രാവിലെ ഇഡ്ഡലി സാമ്പാറുമായിരിക്കും കേട്ടോ. പിന്നെ ഉച്ചയ്ക്കുള്ള സദ്യയുടെ ഒരുക്കങ്ങളായി. പരിപ്പ് കറിയും അവിയലും. നിങ്ങളുടെ ഇവിടെ എന്തൊക്കെ കറിയാണ് ഉണ്ടാക്കുക സദ്യക്ക്? ഈ സദ്യക്ക് ആരായിരിക്കും അല്ലേ കണ്ടുപിടിച്ചേ? ഇത്രയും കറികൾ വേണം, ഇന്ന വിധത്തിൽ വിളമ്പണം, ഇങ്ങനെയാ കഴിക്കേണ്ടത്. ഇതൊക്കെ എങ്ങനെ ആര് കണ്ടുപിടിച്ചതാവോ? ഇനി ഈ ലൈഫിൽ ആകെ ഒരു ഫുഡേ കഴിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ആ സദ്യ പറഞ്ഞു കേട്ടോ. അതാവുമ്പോൾ എല്ലാ കറിയാവും. ഇന്നലെ പിന്നെ ഇവിടെ ഡയമണ്ട് കട്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അതും അകത്താക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ് ഈ സേമിയ പൊട്ടിക്കൽ. ഇവിടെ സേമിയ പായസമായിരുന്നു കേട്ടോ. നിങ്ങളുടെ അവിടെ എന്ത് പായസമായിരുന്നു? അപ്പോൾ ഞങ്ങളുടെ കറിയൊക്കെ റെഡിയായി. ഇതാ സദ്യ വിളമ്പി. നമ്മുടെ നോർമൽ ട്രിവാൻഡ്രം സദ്യ. അങ്ങനെ പരിപ്പും പപ്പടവും സാമ്പാറും അവിയലും കിച്ചടിയും പച്ചടിയും എല്ലാം കൂട്ടി നല്ലൊരു സദ്യ കഴിച്ചായിരുന്നു. എനിക്ക് കുഞ്ഞിലെ സദ്യ വലിയ ഇഷ്ടമൊന്നുമല്ലായിരുന്നു. ഫുൾ പച്ചക്കറിയാണല്ലോ. എനിക്കാണെങ്കിൽ ആകെ അതിലിഷ്ടം പരിപ്പും പപ്പടവും മാത്രമായിരുന്നു കേട്ടോ. ഇപ്പം പക്ഷെ അങ്ങനെയല്ല. ഇപ്പോൾ വലുതായപ്പോൾ പച്ചക്കറിയൊക്കെ കഴിച്ചു തുടങ്ങിയപ്പോഴാണ് സദ്യയുടെ ടേസ്റ്റ് മനസ്സിലാവണേ. പിന്നെ നമ്മുടെ ഇന്നത്തെ സദ്യയിലെ താരം നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ ബോളിയായിരുന്നു കേട്ടോ. ഞാൻ കുഞ്ഞിലെ തൊട്ടേ ഒരു സേമിയ പായസം ഫാനായിരുന്നു കേട്ടോ. അങ്ങനെ ഈ വർഷത്തോടെ നല്ല അടിപൊളിയായിട്ട് അവസാനിച്ചു. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.